അന്ന് കേരളത്തിലെ ചില വലതുപക്ഷ പ്രസ്ഥാനങ്ങളും സമാനമായ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ചില യോഗങ്ങൾ നടത്തി. പക്ഷെ ഇന്ന് അവരെ കാണുന്നില്ല. ഇന്ന് ലോകമെമ്പാടും റഫേൽ നടക്കുന്ന മനുഷ്യക്കുരുതിക്കെതിരായി ശബ്ദമുയർത്തുന്ന ഒരു ഘട്ടമാണ്. എന്ന് വെച്ചാൽ ചരിത്രത്തിലെ ഏറ്റവും രൂക്ഷമായ കൂട്ടക്കൊലകളാണ് പലസ്തീനിൽ റഫേൽ ഇസ്രായേലിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെതിരായ ആഗോള പ്രതിഷേധം ശക്തിപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ കേരളത്തിൽ ഇപ്പോ ഈ പ്രശ്നം ഉയർത്തി ചർച്ച നടത്താനും ലോകമെമ്പാടും ആഞ്ഞു വീശുന്ന യുദ്ധത്തിനെതിരായ ജനകീയ വികാരത്തോടൊപ്പം നിൽക്കാനും നമ്മൾ മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കേരളത്തിലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും പലസ്തീൻ പ്രേമം അവസാനിച്ചു. തിരഞ്ഞെടുപ്പിന് മുൻപായിരുന്നെങ്കിൽ ഒരു കൈ നോക്കിയത്. എന്നാൽ മഹിളാ അസോസിയേഷനെയും ഡിവൈഎഫ്ഐയെയും SFIയെയും സംബന്ധിച്ചിടത്തോളം, അഥവാ ഇടതുപക്ഷ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ മാത്രം പ്രസക്തമാകുന്ന വിഷയമല്ല പലസ്തീൻ വിഷയം. അത് നിരന്തരം നീതി നിഷേധിക്കപ്പെട്ട അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങളുടെ ഈ ഭൂമുഖത്ത് മനുഷ്യരായി ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള സമരമാണ്. നാളും നേരവും നോക്കി നിലപാട് സ്വീകരിക്കേണ്ട വിഷയമല്ല. ഏതു സന്ദർഭത്തിലും ചരിത്രത്തിലെ ഏതു ബിന്ദുവിലും നാം പലസ്തീനിലെ സാധാരണക്കാരായ മനുഷ്യരോടൊപ്പമാണ്. അതൊരു നിലപാടാണ്. അതിന് തെരഞ്ഞെടുപ്പൊന്നും ബാധകമല്ല. അതുകൊണ്ടാണ് ലോകരാജ്യങ്ങളിൽ റഫേലെ മനുഷ്യക്കുരുതിക്കെതിരായി സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ പലായനത്തിന്റെ ഘട്ടത്തിൽ പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്ന മനുഷ്യപക്ഷ നിലപാട് ഉയർത്തിക്കൊണ്ട് ഈ ഘട്ടത്തിൽ ഈ ദിവസങ്ങളിൽ കേരളത്തിലെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും വിദ്യാർത്ഥികളും യുവജനങ്ങളും മഹിളകളും ആകെ ഒന്നിച്ചുകൂടുകയാണ്. യുദ്ധത്തിനെതിരായ ശബ്ദമുയർത്തുകയാണ്. ചിലർ ചോദിക്കും, നാം ജീവിതത്തിൽ ഒരിക്കലും കടന്നുപോയിട്ടില്ലാത്ത ഒരു ഭൂപ്രദേശത്തെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് ഈ കാഞ്ഞങ്ങാട് ഇങ്ങനെ സമ്മേളനം ചേർന്നിട്ട് വല്ല കാര്യവും ഉണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഇത് അരാഷ്ട്രീയവാദികളുടെ സ്ഥിരം ചോദ്യമാണ്. പക്ഷെ ഈ ദിവസങ്ങളിൽ നാം തിരിച്ചറിയുന്നത് 6 ഭൂഖണ്ഡങ്ങളിൽ 45 രാജ്യങ്ങളിൽ 120-ൽ പരം തെരുവുകളിൽ 10,000-കണക്കിന് മനുഷ്യർ ഒത്തുകൂടുന്നു. ഇവിടെ മാത്രമല്ല, ലോകത്തിലെമ്പാടും ആർത്തിരമ്പുന്ന ആ മഹത്തായ യുദ്ധവിരുദ്ധ പ്രവാഹത്തിലെ ഒരു കണ്ണിയാണ് നാം. അതായത് ലോകരാജ്യങ്ങളിലെമ്പാടും സമാധാനത്തിന് വേണ്ടി ശബ്ദമുയർത്തുന്ന മനുഷ്യരോടൊപ്പം നമ്മളും കൈകോർക്കുന്നു. അത് സഹജമായ മാനുഷികമായ ഒരു വികാരമാണ്. ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ നീതി നിഷേധിക്കപ്പെടുന്നുവെങ്കിൽ, മനുഷ്യർ ചൂഷണത്തിനിരയാകുന്നുവെങ്കിൽ, രാഷ്ട്രം രാഷ്ട്രത്തെയും മനുഷ്യൻ മനുഷ്യനെയും ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നുവെങ്കിൽ, അടിച്ചമർത്തപ്പെടുകയും ആക്രമിക്കപ്പെടുകയും ചെയ്യുന്ന മനുഷ്യരുടെ ദീനവിലാപങ്ങൾ ഉയരുന്നുവെങ്കിൽ, ആ അടിച്ചമർത്തപ്പെടുന്ന മനുഷ്യരോടൊപ്പം നിൽക്കുക എന്നത് ഈ കാലഘട്ടത്തിൽ മനുഷ്യത്വത്തിന്റെ മുന്നുപാധിയാണ്. എല്ലാ കാലത്തും ഒരുപാട് മഹാന്മാരായ ദാർശനികന്മാർ, തത്വചിന്തകന്മാർ, കവികൾ ഈ കാര്യം അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്. പതിറ്റാണ്ടുകൾക്ക് മുൻപ് ആഫ്രിക്കയിലെ ചൂഷണത്തിന്റെ പശ്ചാത്തലത്തിലാണ് NV കൃഷ്ണവാര്യർ ആഫ്രിക്ക എന്ന കവിത എഴുതി. ആ കവിതയിൽ അദ്ദേഹം പരാമർശിക്കുന്നത് ഇരുളടഞ്ഞ ഭൂഖണ്ഡമെന്ന് വിശേഷിക്കപ്പെട്ട ആഫ്രിക്കയിലെ വെള്ളക്കാരന്റെ അടിച്ചമർത്തലുകൾക്കെതിരായ പ്രതിരോധത്തെയാണ്. ആ കവിതയിൽ കൃഷ്ണവാര്യർ എഴുതുന്നുണ്ട്, എങ്ങു മനുഷ്യനു ചെങ്ങല കൈകളിൽ അങ്ങൻ കയ്യുകൾ നൊന്തിടുകയാണ്. അങ്ങനെയാണ് അദ്ദേഹം എഴുതിയത്. എങ്ങു മനുഷ്യനു ചെങ്ങല കൈകളിൽ അങ്ങൻ കയ്യുകൾ നൊന്തിടുകയാണ്.
എങ്ങോ മർദ്ദനം അവിടെ പ്രഹരം വീഴുവത് എന്റെ പുറത്താകുന്നു എന്ന് അദ്ദേഹം എഴുതുകയാണ്. ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒരു മനുഷ്യനെ ചെങ്ങലകളാൽ ബന്ധിതനാക്കുന്നുവെങ്കിൽ, ഒരു മനുഷ്യന്റെ മുതുകിൽ ഉടമയുടെ ചാട്ടവാർ ആഞ്ഞു പതിക്കുന്നുവെങ്കിൽ വേദന അനുഭവിക്കുന്നത് ഞാനാണ്, മലയാളിയാണ്. ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്ക് അകലെ ജീവിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ വേദനിക്കുന്നുവെങ്കിൽ ആ വേദന എന്റെ കൂടി വേദനയാണ് എന്ന് NV കൃഷ്ണവാര്യർ എഴുതുന്നു. അതിന്റെ പേരാണ് മാനവികത, മനുഷ്യത്വം, മനുഷ്യ സ്നേഹം. നമ്മളിപ്പോ റാഫയിലെ മനുഷ്യരെ നേരിട്ട് കണ്ടിട്ടില്ല. എനിക്ക് ഉറപ്പുണ്ട് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന നമ്മളിൽ ആരും ഒരു പക്ഷേ പലസ്തീനിലെ ഏതെങ്കിലും ഒരു വ്യക്തിയുമായി വ്യക്തിബന്ധമുള്ളവരായിരിക്കില്ല. ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്തവർ, ഒരു വാക്കുപോലും ഉരിയാടിയിട്ടില്ലാത്തവരെങ്കിലും അവർ നമ്മുടെ സഹോദരങ്ങളാണ്. അതൊരു തിരിച്ചറിവാണ്. ലോകത്തെ ഏതു രാജ്യത്തും ജീവിക്കുന്ന മനുഷ്യൻ എന്റെ സഹോദരനാണ്, സഹോദരിയാണ് എന്ന് തിരിച്ചറിയുന്ന ആ സാഹോദര്യത്തിന്റെ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കുമ്പോഴാണ് എല്ലാ അനീതികൾക്കും കുരുതികൾക്കും എതിരെ നമുക്ക് നിലപാട് സ്വീകരിക്കാനാവുക. ആ നിലപാട് ലോകമെമ്പാടും മനുഷ്യർ സ്വീകരിച്ചിട്ടുള്ള നിലപാടാണ് എല്ലാ കാലത്തും. അമേരിക്കയുടെ ഉപരോധത്തിൽ വലഞ്ഞ സമയത്ത് ക്യൂബയെ സഹായിക്കാൻ നാം മുന്നിട്ടിറങ്ങി. കേരളത്തിൽ വീടുകളും കടകളും കയറിയിറങ്ങി ഭക്ഷ്യധാന്യങ്ങൾ ശേഖരിച്ച് അത് കപ്പലിൽ ക്യൂബയിൽ ഹവാനയിൽ എത്തിച്ചു കൊടുത്ത പാരമ്പര്യം കേരളത്തിലെ ബഹുജന പ്രസ്ഥാനങ്ങൾക്കുണ്ട്. നിക്കരാഗ്വയിൽ അമേരിക്കൻ സൈന്യം അവിടുത്തെ കാപ്പി കർഷകരെ കൊന്നൊടുക്കി വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഘട്ടത്തിലാണ് കോഫി ബ്രിഗേഡ് എന്ന് പേരിട്ടുകൊണ്ട് ലോകമെമ്പാടും വിദ്യാർത്ഥികളും യുവജനങ്ങളും നിക്കരാഗ്വ എന്ന രാജ്യത്തേക്ക് കടന്നു എന്ന് അവിടുത്തെ കാപ്പി കർഷകരെ സഹായിച്ചത്, പിന്തുണച്ചത്. അമേരിക്കൻ സൈന്യം ബാഗ്ദാദിനെ തകർത്ത് തരിപ്പണമാക്കിയപ്പോഴാണ് 10,000-കണക്കിന് വരുന്ന ഇറാഖിലെ കുട്ടികൾ ജീവൻ രക്ഷാ മരുന്നുകൾ കിട്ടാതെ ആശുപത്രിയിൽ മരിക്കുന്ന വാർത്ത റിപ്പോർട്ട് ചെയ്തപ്പോഴാണ് ഇന്ത്യയിലെ യുവജന പ്രസ്ഥാനം മെഡിക്കൽ സ്റ്റോറുകളും ആശുപത്രികളും കയറിയിറങ്ങി ജീവൻ രക്ഷാ മരുന്നുകൾ ശേഖരിച്ച് അത് ഇറാഖിൽ എത്തിച്ചു കൊടുത്തുകൊണ്ട് നിങ്ങളും ഞങ്ങളുടെ സഹോദരങ്ങളാണ്, ഞങ്ങൾ നിങ്ങൾക്കൊപ്പമാണ് എന്ന് പ്രഖ്യാപിച്ചത്. ഇതൊക്കെ മനുഷ്യത്വത്തിന്റെ ചില അടയാളങ്ങൾ, ചില സൂചനകൾ മാത്രമാണ്. ലോകമെമ്പാടും നാം ഇതിന് നിരവധി ഉദാഹരണങ്ങൾ ഇതിനോടകം കണ്ടിട്ടുമുണ്ട്. അതുകൊണ്ടാണ് ഇസ്രായേലിലെ സയനിസ്റ്റ് ഭീകരത ലോക ഭൂപടത്തിൽ അവശേഷിക്കുന്ന ചില കുത്തുകൾ പോലെയുള്ള പലസ്തീനെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ ഇസ്രായേലിനെതിരായ നിലപാട്, പലസ്തീനിലെ മനുഷ്യർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നത്. ലോകത്തിൽ ഒരു പക്ഷേ മറ്റു രാജ്യങ്ങൾക്കില്ലാത്ത ചരിത്രമാണ് ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ ചരിത്രം. ഞാനതിന്റെ എല്ലാം വിശദാംശങ്ങളിലേക്ക് ഇവിടെ കടന്നു ചെല്ലണമെന്ന് ആഗ്രഹിക്കുന്നില്ലെങ്കിലും ചില ചരിത്ര വസ്തുതകൾ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഇസ്രായേൽ എന്നൊരു രാജ്യം മുൻപുണ്ടായിരുന്നതേയില്ല. എങ്ങനെയാണ് ആ രാജ്യം ഉണ്ടായത്? ലോക ഭൂപടത്തിൽ ഒരു 100 വർഷം മുൻപുള്ള ഭൂപടമെടുത്താൽ, ഒരു 80 കൊല്ലം മുൻപുള്ള ഭൂപടമെടുത്താൽ ഇസ്രായേൽ എന്നൊരു രാജ്യമില്ല. പിന്നെ എങ്ങനെയാ രാജ്യം ഉണ്ടായി? ഒന്നാം ലോക യുദ്ധം കൊടുമ്പിരിക്കൊണ്ട ഘട്ടത്തിൽ, ഒന്നാം ലോക യുദ്ധത്തിന് സമാപ്തിയാകുന്നതിന് തൊട്ട് മുൻപ് ബ്രിട്ടന്റെ വിദേശകാര്യ സെക്രട്ടറി ആയിരുന്ന ആർതർ ബാൽഫർ, ബ്രിട്ടനിലെ ജൂത സമൂഹത്തിന്റെ നേതാവായിരുന്ന റോത്ത്ഷൈൽഡ് പ്രഭുവിന് എഴുതിയ ഒരു കത്താണ്. ആ കത്ത് ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ബാൽഫർ പ്രഖ്യാപനം എന്നാണ്, ബാൽഫർ ഡിക്ലറേഷൻ. സത്യത്തിൽ എന്ത് പ്രഖ്യാപനം? ഒരാൾ മറ്റൊരാൾക്ക് എഴുതിയ ഒരു കത്ത്, അത്രയേ ഉള്ളൂ. ബ്രിട്ടന്റെ വിദേശകാര്യ സെക്രട്ടറി ബ്രിട്ടനിലെ ജൂത സമൂഹത്തിന്റെ നേതാവിന് എഴുതിയ കത്ത്. ആ കത്തിൽ പരാമർശിക്കുന്നത് ജൂതന്മാർക്ക് പലസ്തീന്റെ മണ്ണിൽ ഒരു ദേശീയ ഭവനം എന്ന ആവശ്യത്തെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു. അതാണ് ഉള്ളടക്കം. പലസ്തീൻ എന്ന ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തിനുള്ളിൽ ജൂതന്മാർക്കായി ഒരു രാജ്യം കെട്ടിപ്പടുക്കാൻ ഞങ്ങൾ ബ്രിട്ടൻ പിന്തുണയ്ക്കുന്നു എന്നാണ്. അതിന് ബ്രിട്ടന്റെ അവകാശം എന്താണ്? എന്താണ് ബ്രിട്ടന്റെ അവകാശം? മറ്റൊരു രാജ്യത്തിനകത്ത് വേറൊരു രാജ്യം രൂപീകരിക്കാൻ ഇത് രണ്ടുമല്ലാത്ത മറ്റൊരു രാജ്യം പിന്തുണ കൊടുക്കുകയാണ്. അതാണ് മഹാനായ ലെനിൻ ഈ പ്രഖ്യാപനത്തെ കുറിച്ച് എഴുതുന്നുണ്ട്. പിന്നീട്
കോളനി കള്ളന്മാർ തമ്മിലുള്ള കരാർ എന്നാണ് അതിനെ വിശേഷിപ്പിച്ചത്. ലോകത്തിൽ ആരും അതിനെ അംഗീകരിച്ചിട്ടില്ല, അംഗീകരിക്കാൻ പാടില്ല. കാരണം അന്തർദേശീയമായി നിലനിൽക്കുന്ന ധാരണകൾക്കും കീഴ്വഴക്കങ്ങൾക്കും വിരുദ്ധമായ ഒരു രാഷ്ട്രത്തിന്റെ അമിതാധികാര പ്രയോഗമാണ് ആ കത്തിന്റെ ഉള്ളടക്കം. എന്നാൽ ആ കത്ത് അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് പിന്നീട് രണ്ടാം ലോക യുദ്ധാനന്തരം പതിറ്റാണ്ടുകൾക്ക് ശേഷം 1917 കത്തിന്റെ കാര്യമാണ് ഇവിടെ ഞാൻ പറഞ്ഞത്. അത് കഴിഞ്ഞ് പതിറ്റാണ്ടുകൾ പിന്നിട്ട് 1948 അമേരിക്കയുടെയും ബ്രിട്ടന്റെയും കാർമ്മികത്വത്തിൽ രണ്ടാം ലോക യുദ്ധാനന്തരം സഖ്യകക്ഷികൾക്ക് കൈവന്ന മേൽക്കൈ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേൽ എന്ന രാജ്യം കെട്ടിപ്പടുക്കുകയാണ്. പലസ്തീന്റെ ഭൂപ്രദേശങ്ങളിലാണ് ഇസ്രായേൽ ഉണ്ടാകുന്നത്. അനീതിയിലൂടെ രൂപപ്പെട്ട ഒരു രാജ്യമാണ്. ആ രാജ്യത്തിന്റെ രൂപീകരണ വേളയിൽ തന്നെ ലോകത്തിലെ മിക്കവാറും രാഷ്ട്രങ്ങൾ അതിനെ എതിർക്കുകയും അത് അനീതിയാണ് എന്ന് പറയുകയും രൂപീകരിക്കപ്പെട്ട ഇസ്രായേലിനോട് അകലം പാലിക്കുകയും ചെയ്തു എന്നതാണ് വസ്തുത. ആ നിലപാട് സ്വീകരിച്ച ലോക നേതാക്കന്മാരിൽ ഏറ്റവും പ്രമുഖൻ മഹാത്മാഗാന്ധിയായി. ഗാന്ധിജി ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും കടുത്ത വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ളത് ഈ പ്രശ്നത്തെ കുറിച്ച് പറയുമ്പോഴാണ്. കൊല്ലപ്പെടുന്നതിന് മുൻപ് മഹാത്മാഗാന്ധി ഇസ്രായേൽ പ്രശ്നത്തിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയ പ്രഖ്യാപനം അർത്ഥശങ്കയ്ക്കിടയില്ലാതെ ഗാന്ധിജിയുടെയും ഇന്ത്യയുടെയും അഥവാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും നിലപാടിന്റെ പ്രഖ്യാപനമായി. ഗാന്ധിജിയുടെ വാക്കുകൾ എങ്ങനെയായിരുന്നു? ഫ്രാൻസ് എപ്രകാരമാണോ ഫ്രഞ്ചുകാർക്ക് അവകാശപ്പെട്ടത്, ഇംഗ്ലണ്ട് എപ്രകാരമാണോ ഇംഗ്ലീഷുകാർക്ക് അവകാശപ്പെട്ടത്, അതുപോലെ പലസ്തീൻ അറബികൾക്ക് അവകാശപ്പെട്ടതാണ്. ഇതാണ് ഗാന്ധിജിയുടെ പ്രഖ്യാപനം. പലസ്തീന്റെ മേൽ ജൂതന്മാർക്ക് അല്ലെങ്കിൽ രൂപീകരിക്കപ്പെട്ട ഇസ്രായേലിന് ഒരവകാശവുമില്ല എന്ന നിലപാട് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ സ്വീകരിച്ച നേതാവായിരുന്നു ഗാന്ധിജി. ഗാന്ധിജി കുറെ കൂടി കടുപ്പത്തിൽ തന്റെ ജീവിതത്തിൽ ഒരിക്കലും ഹിംസയെ ന്യായീകരിക്കാത്തയാളാണ് ഗാന്ധിജി. അതിൽ നിന്ന് അല്പമെങ്കിലും വ്യതിചലിച്ചൊരു വാക്ക് ഗാന്ധിജി പറഞ്ഞുവെങ്കിൽ ഈ പ്രശ്നത്തിൽ മാത്രമാണ്. അത്ര അതിശക്തമായ നിലപാട് പലസ്തീൻ പ്രശ്നത്തിൽ സ്വീകരിച്ച ഗാന്ധിജിയുടെ ആ പ്രഖ്യാപനത്തിന്റെ കൂടി വെളിച്ചത്തിലാവാം സ്വതന്ത്ര ഇന്ത്യയിൽ അധികാരത്തിൽ വന്ന പണ്ഡിറ്റ് നെഹ്റുവിന്റെ ഗവൺമെന്റ്, തുടർന്ന് വന്ന കോൺഗ്രസ് ഗവൺമെന്റുകൾ പലസ്തീൻ അനുകൂലമായ നിലപാട് സ്വീകരിച്ചു. 100% നാം പലസ്തീനോടൊപ്പം. ഇസ്രായേലുമായി ഒരു ബന്ധവുമില്ല. ഇസ്രായേലിനെ ഒരു രാഷ്ട്രമായി പോലും അംഗീകരിച്ചില്ല. ഇപ്പൊ ചില മൃഗോദരന്മാർ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെയൊന്നും അല്ല. ഇസ്രായേലിനെ ഇന്ത്യ അന്നേ അംഗീകരിച്ചിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു അന്താരാഷ്ട്ര വേദിയിൽ വെച്ച് ഇസ്രായേലിന്റെ പ്രതിനിധിയെ കണ്ടാൽ ഇന്ത്യൻ പ്രതിനിധി ചിലപ്പോൾ ചിരിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു ഡിപ്ലോമാറ്റ് ഓഫീസ് ചിലപ്പോൾ പ്രവർത്തിച്ചിട്ടുണ്ടാവും. അതിപ്പോ ക്യൂബയുടെ തലസ്ഥാനമായ ഹവാനയിൽ ചെന്നാൽ അമേരിക്കയുടെ ഡിപ്ലോമാറ്റ് ഓഫീസ് അവിടെ നമുക്ക് കാണാൻ പറ്റും. അതല്ല രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ. ഇസ്രായേലിലേക്ക് ഇന്ത്യ ഒരു അംബാസഡറെ അയച്ചുവോ? ഇല്ല. ഇസ്രായേലിന്റെ അംബാസഡറെ ഇന്ത്യ സ്വീകരിച്ചുവോ? ഇല്ല. നിങ്ങൾ ചരിത്രത്തിലേക്ക് പരതിയാൽ ചരിത്രത്തിൽ ആദ്യമായി ഇസ്രായേലിലേക്ക് ഒരു ഇന്ത്യൻ അംബാസഡറെ അയച്ചത് എന്നാണ്? ആ ചോദ്യത്തിന്റെ ഉത്തരം തിരയാൻ ആരംഭിച്ചാൽ നമ്മൾ അത്ഭുതപ്പെടും. 1947 ഇന്ത്യ സ്വതന്ത്രയാവുന്നു. 48 ഇസ്രായേൽ രൂപീകരിക്കുന്നു. ഉടനെ ഇന്ത്യ അംബാസഡറെ അയച്ചോ? ഇല്ല. 48 വായിച്ചില്ല, 58 വായിച്ചില്ല, 68 വായിച്ചില്ല, 78 വായിച്ചില്ല, 88 വായിച്ചില്ല, ഒന്നും വായിച്ചിട്ടില്ല. പതിറ്റാണ്ടുകൾ ഇസ്രായേലിനെ ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമായി നാം അംഗീകരിച്ചിട്ടേ ഇല്ല. അനീതിയിലൂടെ സ്ഥാപിക്കപ്പെട്ട രാജ്യം എന്ന മനോഭാവമാണ് ഇന്ത്യ വെച്ചു പുലർത്തിയത്. ആ നയം മാറിയതെന്നാണ്. തെരഞ്ഞെടുപ്പിന്റെ മുൻപാകെ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചേക്കുമോ ഈ അന്താരാഷ്ട്ര പ്രശ്നവും എന്ന് ഭയന്ന് കോഴിക്കോട്ട് സമ്മേളനം വിളിച്ചു ചേർത്ത മുസ്ലിം ലീഗും കോൺഗ്രസും ജനങ്ങളുടെ മുൻപാകെ ഈ ചരിത്രം വിശദീകരിക്കേണ്ടതുണ്ട്. അനീതിയിലൂടെ രൂപീകരിക്കപ്പെട്ട അമേരിക്കയുടെയും ബ്രിട്ടന്റെയും മുൻകൈയിൽ രൂപീകരിക്കപ്പെട്ട ഇസ്രായേലിലേക്ക് ഇന്ത്യ
ചരിത്രത്തിൽ ആദ്യമായി ഒരു അംബാസഡറെ നിയോഗിച്ചത്, ഇസ്രായേലിന്റെ ഭരണാധികാരിയെ ഇന്ത്യയിലേക്ക് സ്വീകരിച്ചത്, ഇസ്രായേലിനെ ഒരു രാഷ്ട്രമായി അംഗീകരിച്ചത് 1992 പ്രധാനമന്ത്രി നരസിംഹറാവു. PK സിംഗ് ആണ് ഇസ്രായേലിലെ ആദ്യത്തെ ഇന്ത്യൻ അംബാസഡർ. ഇതിനോടകം 8 പേരെ അവിടെ അംബാസഡർമാരായി പോയിട്ടുള്ളൂ. എന്ന് വെച്ചാൽ 92 മുതൽ മാത്രമേ ഇന്ത്യ ഇസ്രായേലിനെ ഒരു രാജ്യമായി അംഗീകരിച്ച് അങ്ങോട്ട് അംബാസഡറെ അയച്ചിട്ടുള്ളൂ. അവിടെ നിന്ന് ഇങ്ങോട്ട് അംബാസഡർ വന്നിട്ടുള്ളൂ. ഇതാണ് ചരിത്രം. PV നരസിംഹറാവു എന്ന് പറയുന്ന ഇന്ത്യൻ മതനിരപേക്ഷതയെ തകർക്കാൻ കാര്യമായ സംഭാവന അർപ്പിച്ച, മൃദുവർഗീയവാദം കോൺഗ്രസിന്റെ കൊടിയടയാളമായി സ്വീകരിച്ച ആ കാലഘട്ടം, അവിടെയാണ് ഇസ്രായേൽ പക്ഷപാതപരമായ നിലപാട് ഇന്ത്യ തുടങ്ങിയിട്ട് തുടർന്ന് അധികാരത്തിൽ വന്ന വാജ്പേയിയുടെ കാലത്ത് അത് കൂടുതൽ ശക്തിപ്പെട്ടു. പിന്നീട് ഇപ്പോ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതോടെ നാം ഇസ്രായേൽ പക്ഷപാതികളായി മാറി. പലസ്തീനോടൊപ്പമാണ് എന്ന നിലപാടിൽ മാറ്റം വന്നു. ഇപ്പോ ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിന്റെ യുദ്ധത്തിന്റെ മുന്നിൽ നാം മനുഷ്യക്കുരുതിക്ക് നേതൃത്വം കൊടുക്കുന്ന ഇസ്രായേലിനോടൊപ്പം നിൽക്കുന്നു. എത്ര ലജ്ജാകരമായ ഒരു കാര്യമാണത്. ലോകം മുഴുവൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റം നാം കാണേണ്ടതായിട്ടുണ്ട്. ഇസ്രായേലിലേക്ക് ആയുധങ്ങളുമായി പോകുന്ന കപ്പൽ ഗ്രീസിന്റെ തുറമുഖങ്ങളിൽ ഉപരോധിച്ചത് ഗ്രീസിലെ തൊഴിലാളികളായിരുന്നു. ഈ അടുത്ത ദിവസങ്ങളിൽ പുറത്തു വരുന്ന വാർത്തകളാണ്. ഇസ്രായേലിന്റെ യുദ്ധത്തെ പരാജയപ്പെടുത്തണം എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഗ്രീസിലെ തൊഴിലാളി വർഗം അവിടുത്തെ തുറമുഖങ്ങളിൽ ഇസ്രായേലിലേക്ക് ആയുധം കയറ്റി പോകുന്ന കപ്പലുകൾ ഉപരോധിക്കുകയാണ്. ബെൽജിയത്തിൽ ആയുധ ഫാക്ടറികളിൽ നിന്നും ഇസ്രായേലിലേക്ക് കൊണ്ടുപോകുന്ന ആയുധങ്ങൾ കപ്പലിലും വിമാനത്തിലും കയറ്റാൻ അവിടുത്തെ കയറ്റിറക്ക തൊഴിലാളികൾ വിസമ്മതിച്ചു. ബെൽജിയത്തിലെ തൊഴിലാളികൾ, ചുമട്ട തൊഴിലാളികൾ പണിമുടക്കിൽ ഏർപ്പെട്ടു. ഞങ്ങൾ യുദ്ധത്തിനെതിരാണ് എന്ന നിലപാട് അവർ സ്വീകരിച്ചു. ബ്രിട്ടനിലെ കെന്റിൽ BAE എന്ന ഫാക്ടറിയാണ് ഇസ്രായേലിന് ആവശ്യമായിട്ടുള്ള ആയുധങ്ങൾ നിർമ്മിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഫാക്ടറി. ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമുണ്ട്. ആ ഫാക്ടറിയിൽ നിന്നും ആയുധങ്ങൾ കയറ്റിയ ലോറികൾ തുറമുഖത്തേക്ക് കപ്പൽ കയറ്റുന്നതിന് വേണ്ടി പോയപ്പോ ആ ലോറികൾ ഉപരോധിക്കാൻ കെന്റ് ഫാക്ടറി തൊഴിലാളികൾ സംഘടിതരായി രംഗത്ത് വന്നു. ലോകമെമ്പാടും അധ്വാനിക്കുന്ന തൊഴിലാളി വർഗം ഈ യുദ്ധത്തിൽ പലസ്തീൻ ജനതയ്ക്കൊപ്പം നിൽക്കുകയും അവിടേക്കുള്ള ആയുധം തങ്ങളാൽ കഴിയുന്ന ശക്തി ഉപയോഗിച്ചുകൊണ്ട് വിമാനത്താവളങ്ങളിൽ, റോഡിൽ, തുറമുഖങ്ങളിൽ തടഞ്ഞിടാനും തയ്യാറായ ഒരു വാർത്തയാണ് ലോകത്തിലെ വിവിധ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനിടയിൽ ഇന്നലെ പുറത്തു വന്നൊരു വാർത്തയുണ്ട്. ഈ ലോകവികാരത്തിന്റെ മുന്നിൽ അമേരിക്ക പോലും അല്പം പതറി. അമേരിക്കയിലെ ക്യാമ്പസുകളിലാകെ വിദ്യാർത്ഥികൾ പലസ്തീൻ അനുകൂല മുദ്രാവാക്യങ്ങളുമായി രംഗത്തിറങ്ങി. അപ്പോ അമേരിക്ക പോലും ഇസ്രായേലിന് ഈ യുദ്ധത്തിന് നൽകിയ പിന്തുണയിൽ നിന്ന് ഒരല്പം പുറകോട്ട് മാറി. യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ഭംഗിവാക്കെങ്കിലും പറയേണ്ടതായി വന്നു. ലോകത്തിലെ പല രാജ്യങ്ങളും ഇസ്രായേലിനെ കൊടുക്കുന്ന ആയുധ പിന്തുണ നിർത്തിവെച്ചു. അപ്പോഴാണ് നമ്മുടെ രാജ്യം ഇന്ത്യ ഇസ്രായേലിന് ആവശ്യമായ സ്ഫോടക വസ്തുക്കൾ, ആയുധങ്ങളുമായി ഒരു കപ്പൽ, മരിയാന ഡാനിക്ക എന്ന ചരക്കു കപ്പൽ ഇന്ത്യയിൽ നിന്ന് ഇസ്രായേലിലേക്ക് പോവുക. ആ ചരക്കു കപ്പൽ പക്ഷേ ഒരു ഇടത്താവളമായി മറ്റന്നാൾ സ്പെയിനിന്റെ തെക്കു കിഴക്കൻ തുറമുഖമായ കാർട്ടജേനയിൽ എത്തേണ്ടതാണ്. എന്നാൽ സ്പെയിന്റെ വിദേശകാര്യമന്ത്രി ജോസ് മാനുവൽ അൽബറാസ് ലോകത്തിന്റെ മുൻപാകെ പ്രഖ്യാപിച്ചിരിക്കുന്നു, ഇന്ത്യൻ കപ്പലിനെ സ്പെയിന്റെ തുറമുഖത്ത് പ്രവേശിപ്പിക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. യുദ്ധവിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ലോക മനസാക്ഷിയുടെ മുന്നിൽ ഇന്ത്യ ഗവൺമെന്റ്, ഇന്ത്യ എന്ന രാജ്യം ഇന്ന് നാണം കെട്ടു നിൽക്കുകയാണ്. നാം റാഫയുടെ മണ്ണിൽ മനുഷ്യരെ കൊല്ലാൻ ഇസ്രായേലിന് ആവശ്യമായ സ്ഫോടക വസ്തുക്കൾ സംഭാവന ചെയ്യുന്ന, സപ്ലൈ ചെയ്യുന്ന യുദ്ധക്കൊതിയന്മാരായ ഒരു ഏജൻസിയായി ഇന്ത്യ അധപ്പതിച്ചു. ലോകത്തിലെ മറ്റു പല രാജ്യങ്ങളും സമാധാനകാംക്ഷികളാണ് തങ്ങൾ എന്ന നിലപാട് സ്വീകരിക്കുകയും ഇസ്രായേലിനെതിരെ അഭിപ്രായം പറയുകയും
യുദ്ധം അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെടുകയും അമേരിക്ക പോലും ഇസ്രായേലിന് നൽകിക്കൊണ്ടിരിക്കുന്ന കലവറയില്ലാത്ത പിന്തുണയിൽ നിന്ന് പുറകോട്ട് മാറുകയും ചെയ്യുന്ന ഘട്ടത്തിൽ ഇസ്രായേലിനൊപ്പം മനുഷ്യക്കുരുതിക്കൊപ്പം നിൽക്കാൻ ഒരു മടിയും കാണിക്കാത്ത അങ്ങേയറ്റം മനുഷ്യവിരുദ്ധമായ ഒരു നിലപാട് സ്വീകരിക്കുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് വന്നിരിക്കുന്നു. ലോക മനസാക്ഷിയുടെ മുന്നിൽ നമ്മുടെ രാജ്യം ഇപ്പൊ തലകുനിച്ചു നിൽക്കുകയാണ്. ആ ഇന്ത്യയിൽ നിന്ന് യുദ്ധോപകരണങ്ങളുമായി പോകുന്ന കപ്പലിനെ സ്പെയിൻ ആട്ടി പുറത്താക്കിയിരിക്കുന്നു. ഇതാണ് ഇന്നത്തെ ഇന്ത്യ. ഇന്നത്തെ ഇസ്രായേലിന്റെയും പലസ്തീനിലെ യുദ്ധത്തിന്റെയും എല്ലാം പശ്ചാത്തലത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ നിലപാട് കൂടി വിചാരണ ചെയ്യപ്പെടുന്നുണ്ട്. ഞാൻ കൂടുതൽ ദീർഘമായി സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. കാഞ്ഞങ്ങാട് നടക്കുന്ന ഈ യോഗം ലോകത്തിന്റെ പല കോണുകളിലും ഇതുപോലെ യോഗങ്ങൾ നടക്കുകയാണ്. ഇതുപോലെ ആളുകൾ ഒത്തുകൂടുകയാണ്, തെരുവുകൾ കൈയടക്കുകയാണ്, അവർ സമാധാനത്തിന്റെ മുദ്രാവാക്യം വിളിക്കുകയാണ്. റാഫേൽ കൊല്ലപ്പെടുന്ന മനുഷ്യർ ഞങ്ങളുടെ സഹോദരങ്ങളാണ് എന്ന് പറയുകയാണ്. അതുകൊണ്ട് കൊല്ലപ്പെടുന്ന മനുഷ്യരോടുള്ള ഐക്യദാർഢ്യം, സമാധാനത്തിന് വേണ്ടിയുള്ള മുദ്രാവാക്യം, രാജ്യാതിർത്തികൾക്കപ്പുറത്തും ഇപ്പുറത്തുമായി നിന്ന് ലോകത്തിൽ എവിടെ യുദ്ധം നടന്നാലും സമാധാനത്തിന്റെ പക്ഷത്താണ് ഞങ്ങൾ എന്ന നിലപാട് ലോകമാകെ ഉരുവിടുന്ന ഒരു ഘട്ടമാണിത്. ഇപ്പോ യുദ്ധം ലോക മനസാക്ഷി കലവറയില്ലാതെ എതിർക്കുന്ന നിലപാട് കൂടുതൽ കൂടുതൽ ശക്തിപ്പെട്ടു വരുന്ന ഒരു കാലഘട്ടമാണ്. ലോകത്തിന്റെ പല ഭാഗത്തും യുദ്ധം നടക്കുന്നു. ഉക്രൈനിൽ 10,000-കണക്കിന് മനുഷ്യർ കൊല്ലപ്പെട്ടു. ഉക്രൈനിലെ യുദ്ധത്തിന്റെയും ഒരു പക്ഷത്ത് അമേരിക്കൻ സാമ്രാജ്യത്വമാണ്, നാറ്റോ രാജ്യങ്ങളാണ്. ഉക്രൈൻ പ്രതീകാത്മകമായി അവതരിപ്പിക്കപ്പെടുന്ന ഒരു രാജ്യമെന്നേയുള്ളൂ. ഉക്രൈന് വേണ്ടി യുദ്ധം നടത്തുന്നത് അമേരിക്കയാണ്, മുതലാളിത്ത രാജ്യങ്ങളാണ്. അവിടെയും കൊല്ലപ്പെടുന്നത് മനുഷ്യരാണ്. ലോകത്തിന്റെ മറ്റു പലയിടങ്ങളിലും യുദ്ധസമാനമായ അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ട്. എല്ലായിടത്തും സമാധാനത്തിന്റെ മുദ്രാവാക്യമാണ് നമ്മൾ വിളിക്കുന്നത്. പുരോഗമന ലോകത്തിന്റെ മുദ്രാവാക്യം സമാധാനമാണ്. യുദ്ധം കണ്ണുനീരും മൃതശരീരങ്ങളും ദുഃഖവും വേദനയും മാത്രമേ സംഭാവന ചെയ്യൂ. എം മുകുന്ദൻ എഴുതിയ ഡൽഹി ഗാഥകൾ എന്നൊരു നോവലുണ്ട്. ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളവരിൽ ചിലരെങ്കിലും വായിച്ചിട്ടുണ്ടാകും. ഡൽഹി ഗാഥകൾ ആത്യന്തികമായി മുൻപോട്ട് വെക്കുന്നത് യുദ്ധത്തിനെതിരായ ഒരാശയം കൂടിയാണ്. ആ നോവലിൽ ശ്രീധരൻ ഉണ്ണി എന്നൊരു കഥാപാത്രമുണ്ട്. ആ ശ്രീധരൻ ഉണ്ണി പറയുന്നുണ്ട്, യുദ്ധസമാനമായ ഒരു അന്തരീക്ഷം രൂപപ്പെട്ടു വരുമ്പോൾ പത്രത്തിൽ ജോലി ചെയ്യാൻ നിയോഗിക്കപ്പെട്ട ഒരാളാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹം ആത്മകഥമെന്നോണം പറയുന്നൊരു വാചകമുണ്ട്, എല്ലാം സഹിക്കാനാവാത്തത് യുദ്ധത്തെക്കുറിച്ചുള്ള വാർത്തകൾ മാത്രമാണ്. ഇനിയും എത്ര മനുഷ്യർ കൊല്ലപ്പെടും എന്ന് ആത്മകഥം പോലെ അദ്ദേഹം പറയുന്നുണ്ട്. ആ യുദ്ധവിരുദ്ധ വികാരം ഉയർത്തിപ്പിടിക്കുന്ന കഥാപാത്രം ആ നോവലിൽ മരിച്ചു പോവുകയാണ്. അദ്ദേഹം മരിക്കാൻ കാരണം ഒരു ദിവസം പത്രമെടുത്ത് നിവർത്തി നോക്കുമ്പോൾ ആ പത്രത്തിൽ അച്ചടിച്ചിട്ടുള്ള വാർത്ത ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധം ആരംഭിച്ചു എന്നതാണ്. 1960-കളിലെ ആ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ യുദ്ധം ആരംഭിച്ചു എന്ന വാർത്ത വായിച്ച് ഹൃദയം പൊട്ടി മരിക്കുന്ന കഥാപാത്രമാണ് എം മുകുന്ദന്റെ ഡൽഹി ഗാഥകളിലെ ശ്രീധരൻ ഉണ്ണി. യുദ്ധം ലോകത്തിനെന്നും അപരിഹാര്യമായ നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാകൂ എന്ന നോവൽ ആവർത്തിച്ച് പറയുന്നു. ആ നോവലിലെ ഒരു ഭാഗം ഇങ്ങനെയാണ്: ഒരുപാട് മനുഷ്യരെ കൊന്നൊടുക്കി ഭൂമിയെ മുറിവേൽപ്പിച്ചും മാത്രമാണ് എല്ലാ യുദ്ധങ്ങളും അവസാനിക്കുക. യുദ്ധങ്ങളെല്ലാം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. യുദ്ധം പോയാലും യുദ്ധം കടന്നു വന്ന വഴിയിൽ ഉണങ്ങാത്ത മുറിവുകളും വ്രണങ്ങളും അവശേഷിക്കും എന്ന് പറയുന്നുണ്ട്. അക്ഷരാർത്ഥത്തിൽ ശരിയായ ഒരു നിരീക്ഷണമാണത്. ലോകത്തിലെ യുദ്ധത്തിന്റെ ചരിത്രം നോക്കിയാൽ ഉണങ്ങാത്ത മുറിവുകൾ ഇപ്പോഴും വേദനിപ്പിക്കുന്ന വ്രണങ്ങളായി നിൽക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. ജപ്പാനിൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക ആണവ വിസ്ഫോടനം നടത്തിയപ്പോൾ അണുബോംബ് വർഷിച്ചപ്പോ 10,000-കണക്കിന് വരുന്ന മനുഷ്യർ ആ സെക്കൻഡിൽ കൊല്ലപ്പെട്ടു എന്ന് മാത്രമല്ല, ഇന്നും ജനിതക വൈകല്യമുള്ളവരായി പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങൾ എത്ര വർഷങ്ങൾക്ക് ശേഷം. വിയറ്റ്നാമിൽ ഏജന്റ് ഓറഞ്ച് പോലെയുള്ള രാസായുധങ്ങൾ പ്രയോഗിച്ച അമേരിക്ക, അവിടെ ഇപ്പോഴും ജനിതക വൈകല്യമുള്ള മാറാവ്യാധികൾ പിടിപെട്ട കുഞ്ഞുങ്ങൾ ജനിക്കുന്നു. ജനിച്ച് മണിക്കൂറുകൾ കഴിയുമ്പോഴേക്ക് നവജാത ശിശുക്കൾ മരിച്ചു പോകുന്നു. മരണത്തിനു വേണ്ടി മാത്രമുള്ള പിറവികൾ നടക്കുന്ന നാടുകളായി യുദ്ധത്തിന്റെ ആഘാതം പേറിയ നാടുകൾ ലോക മനസാക്ഷിയുടെ മുന്നിൽ ചോദ്യചിഹ്നമായി ഇപ്പോഴും തുടരുന്നു. ഇതെല്ലാം അനുഭവങ്ങളാണ്.
തകർന്നടിഞ്ഞ ജനപഥങ്ങൾ, ജീവിതത്തിന്റെ വസന്തകാലങ്ങളിൽ തല്ലിക്കൊഴിക്കപ്പെട്ട മനുഷ്യർ. ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തത് ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ പലസ്തീന്റെ മണ്ണിൽ 35,000-ലധികം മനുഷ്യർ കൊല്ലപ്പെട്ടു എന്നാണ്. 35,000-ലധികം മനുഷ്യർ. അതിൽ പകുതിയിലധികവും സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ്. കൊച്ചുകുട്ടികൾ, 6 മാസം പ്രായമുള്ള കുട്ടി, 1 വയസ്സ് പ്രായമുള്ള കുട്ടി, 2-3 വയസ്സ് പ്രായമായ കുട്ടികൾ, നിസ്സഹായരായ മനുഷ്യർ, സ്ത്രീകൾ, ഇവരെയെല്ലാമാണ് ഇസ്രായേലിന്റെ സൈന്യം കൊന്നൊടുക്കിക്കൊണ്ടേയിരിക്കുന്നത്. എവിടെയെങ്കിലും ഒരു ബോംബ് സ്ഫോടനം ഉണ്ടാകുമ്പോൾ ആ പരിസരത്തുണ്ടായിരുന്നവർ യാദൃച്ഛികമായി മരിക്കുന്ന കാര്യം മാത്രമല്ല, ബോധപൂർവം നേർക്കുനേർ വെടിവെച്ചു കൊല്ലുന്നു. ലോകമനസാക്ഷി ഞെട്ടിപ്പോകുന്ന അനുഭവങ്ങളാണ് പലസ്തീനിൽ നിന്നും ലോകത്തിലെ വിവിധ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് അമേരിക്കയിലെ ഒളിമ്പിയയിലെ എവർഗ്രീൻ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു വിദ്യാർത്ഥിനിയായിരുന്ന റേച്ചൽ കോറി എന്നൊരു പെൺകുട്ടി. ആ പെൺകുട്ടി ജൂതവംശജയാണ്. പക്ഷേ പലസ്തീനിലെ ഇസ്രായേലിന്റെ നരമേധങ്ങളെ എതിർക്കുന്ന പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയും അവളുടെ സഹപാഠികളും പലസ്തീനിലേക്ക് പോയി ഒരു സമാധാന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി. ആ സമയത്ത് പുറത്തു വന്നുകൊണ്ടിരുന്ന വാർത്ത, ഈ റാഫേൽ, ഇപ്പൊ മനുഷ്യക്കുരുതി നടക്കുന്ന റാഫേൽ, അതുപോലെ റാമള്ളയിൽ, ആ പ്രദേശങ്ങളിൽ അഭയാർത്ഥി ക്യാമ്പുകൾ ഇസ്രായേൽ ആക്രമിക്കുന്നു, ഇസ്രായേൽ സൈന്യം ആക്രമിക്കുന്നു എന്നതായിരുന്നു വാർത്ത. അഭയാർത്ഥി ക്യാമ്പുകൾ, ആശുപത്രികൾ, പള്ളിക്കൂടങ്ങൾ പലസ്തീനിൽ ആക്രമിക്കപ്പെടുന്നത് ഇതൊക്കെയാണ്. യുദ്ധ നിയമം എന്നൊന്നുണ്ട്. അത് പൊതുവായ ചില രീതികളാണ്. അഥവാ 2 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ ആ യുദ്ധമുഖത്ത് പോലും, യുദ്ധമെന്ന് പറഞ്ഞാലേ അനീതിയാണ്, മനുഷ്യരെ നേർക്കുനേർ കൊന്നൊടുക്കലാണ്, സർവവും തകർക്കലാണ്. എങ്കിലും ആ യുദ്ധത്തിലും പാലിക്കണം എന്ന് പറയുന്ന ചില നിയമങ്ങളുണ്ട്, ലോകമാകെ അംഗീകരിക്കുന്ന നിയമങ്ങൾ. അതിൽപ്പെട്ടതാണ് സ്ത്രീകളെ ആക്രമിക്കരുത്, നിസ്സഹായരായ കുട്ടികളെ ആക്രമിക്കരുത്, ആശുപത്രികൾ ലക്ഷ്യം വെക്കരുത്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സ്കൂളുകൾ ഒരിക്കലും ആയുധത്തിന്റെ ലക്ഷ്യമായി കൂടാ. ഇങ്ങനെയുള്ള ചില പൊതുരീതികൾ, മര്യാദകളുണ്ട്. എന്നാൽ പതിറ്റാണ്ടുകളായി പലസ്തീനിൽ അതെല്ലാം ലംഘിക്കപ്പെടുകയാണ്. ഇസ്രായേലി സൈന്യം അഭയാർത്ഥി ക്യാമ്പുകൾ ആക്രമിക്കുന്നു എന്ന വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. എങ്ങനെയാണ് അഭയാർത്ഥി ക്യാമ്പുകൾ ഉണ്ടാവുന്നത്? നിങ്ങളുടെ വീട്ടിലേക്ക് ഇസ്രായേൽ മിസൈൽ വന്നു വീഴുന്നു, വീട് തകരുന്നു. വീട്ടിൽ 4 അംഗങ്ങൾ ഉണ്ടെങ്കിൽ 2 പേർ അവിടെ വെച്ച് കൊല്ലപ്പെടുന്നു, ബാക്കി 2 പേർ മുറിവേറ്റ് കഷ്ടിച്ച് രക്ഷപ്പെടുന്നു. ആ 2 പേർ ഏതെങ്കിലും ഒരു അഭയാർത്ഥി ക്യാമ്പിൽ എത്തിച്ചേരുന്നു. ആ അഭയാർത്ഥി ക്യാമ്പ് സ്വന്തം വീട് തകർന്ന്, സ്വന്തം വീട്ടിലെ മറ്റംഗങ്ങൾ കൊല്ലപ്പെട്ട്, അവരുടെ മൃതശരീരം പോലും ഒരു നോക്കു കാണാനാവാതെ പ്രാണൻ കയ്യിൽ പിടിച്ച് പലായനം ചെയ്തു വന്ന മുറിവേറ്റ നിസ്സഹായരായ മനുഷ്യർ, അവരുടെ ഒരു അഭയ കേന്ദ്രം എന്ന നിലയിലാണ് അഭയാർത്ഥി ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത്. ആ അഭയാർത്ഥി ക്യാമ്പിന് നേരെയാണ് ആക്രമണം. ഇതെന്തൊരു മനുഷ്യത്വരഹിതമായ കൊടും ക്രൂരതയാണ്. നിസ്സഹായരായ പരിക്കേറ്റ മനുഷ്യർ, ചികിത്സ പോലും ലഭ്യമാകാത്ത ഘട്ടത്തിൽ ചിലരതിൽ ഗുരുതരാവസ്ഥയിൽ പോലും കഴിയുന്നവർ ഒക്കെയുള്ള അഭയാർത്ഥി ക്യാമ്പ് ആക്രമിക്കുന്നു. അങ്ങനെ ഒരു വാർത്ത കേട്ടപ്പോഴാണ് ഒളിമ്പിയയിൽ നിന്നും റേച്ചൽ കോറിയും കൂട്ടുകാരും പലസ്തീനിലേക്ക് പോയി. ആ പലസ്തീനിൽ ചെന്ന് യുദ്ധത്തിനെതിരായ നിലപാട്, മുദ്രാവാക്യങ്ങൾ, പ്രചരണം അവർ ഏറ്റെടുത്തു. അവിടെ ചെന്ന് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അമേരിക്കയിലെ തന്റെ മാതാവിന് റേച്ചൽ കോറി എന്ന പെൺകുട്ടി ഒരു കത്തെഴുതുന്നുണ്ട്. ആ കത്തിലെ ഒരു ഭാഗം ഇങ്ങനെയാണ്. ആ കത്തിൽ തനിക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞ പലസ്തീനിലെ അനുഭവം അവർ വിശദീകരിക്കുന്നു. അതിലവർ പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ ഇവിടെ എത്തുന്നതിന് 2 നാൾ മുൻപ് 8 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയെ ഇസ്രായേലി സൈനികർ വെടിവെച്ചു കൊന്നു. ഇപ്പോഴും അവന്റെ കൂട്ടുകാരുടെ ചുണ്ടുകൾ അവന്റെ പേരുച്ചരിച്ചുകൊണ്ട് ഇതിലെ അലഞ്ഞു നടക്കുന്നത് എനിക്ക് കാണാം. അലി, അലി എന്നാണ് ആ കുട്ടിയുടെ പേര്. 8 വയസ്സ് മാത്രം പ്രായമായ ഒരു കുഞ്ഞിനെ ഇസ്രായേലി സൈന്യം നേർക്കുനേർ നിന്ന് വെടിവെച്ച് കൊന്നുകളയുകയാണ്. ഞങ്ങളുടെ കൂട്ടുകാരൻ കൊല്ലപ്പെട്ടുവെന്നറിയാതെ തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ
അലി അലി എന്ന് പേര് വിളിച്ചുകൊണ്ട് ഈ കുട്ടിയോടൊപ്പം കളിക്കുന്ന മറ്റു കൊച്ചു കുട്ടികൾ അലഞ്ഞു നടക്കുകയാണ്. അതാണ് ഹൃദയഭേദകമായ അനുഭവമാണ് റേച്ചൽ കോറി ഒരു കത്തിലൂടെ തന്റെ അമ്മയെ എഴുതി അറിയിക്കുന്നത്. ആ റേച്ചൽ കോറി തൊട്ടടുത്ത ദിവസം അഭയാർത്ഥി ക്യാമ്പിന്റെ മുന്നിൽ നിൽക്കുമ്പോഴാണ് ഇസ്രായേലി സൈന്യത്തിന്റെ ഒരു ബുൾഡോസർ അഭയാർത്ഥി ക്യാമ്പ് തകർക്കാൻ വേണ്ടി ഈ അഭയാർത്ഥി ക്യാമ്പിനെ ലക്ഷ്യം വെച്ച് നീങ്ങുന്നു. അതിന്റെ മുന്നിൽ ഒരു മെഗാഫോണുമായി റേച്ചൽ കോറി നിലയുറപ്പിച്ചു. അവർ സമാധാനത്തിന് വേണ്ടിയുള്ള മുദ്രാവാക്യങ്ങൾ മുഴക്കി. പക്ഷേ അവരുടെ മുകളിലൂടെ ഈ ബുൾഡോസർ കയറ്റി ഇറക്കി. അവർ ശരീരം തകർന്ന് തലയോട് പിളർന്ന് ഭൂമിയിൽ അമർന്ന് കൊല ചെയ്യപ്പെട്ടു. റേച്ചൽ കോറി കൊല ചെയ്യപ്പെട്ടപ്പോ റേച്ചൽ കോറിയുടെ അമ്മ ഇസ്രായേലി കോടതിയിൽ ഒരു കേസ് കൊടുത്തു. ഇസ്രായേലി കോടതിയിൽ കേസ് കൊടുത്തുകൊണ്ട് ലോകത്തിന്റെ മുൻപാകെ ആ അമ്മ പറഞ്ഞു, എന്റെ മകൾ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടതിന് ഇസ്രായേലി സൈന്യം നഷ്ടപരിഹാരം നൽകിയേ മതിയാകൂ. എന്താണ് നഷ്ടപരിഹാരം? എന്ത് നഷ്ടപരിഹാരം കിട്ടിയാലാണ് ഒരമ്മയ്ക്ക് തന്റെ മകളെ നഷ്ടമായതിന് പകരമാവുക? റേച്ചൽ കോറിയുടെ അമ്മ പറഞ്ഞു, ഇത് എന്റെ മകളുടെ ജീവന്റെ പ്രതിഫലമായി സ്വീകരിക്കുന്ന നഷ്ടപരിഹാരമല്ല. ഞാൻ ആവശ്യപ്പെടുന്നത് $1, ഒറ്റ $1. ഇത് പ്രതീകാത്മകമായ ഒരു സമരമാണ്. എന്റെ മകൾ കൊല ചെയ്യപ്പെട്ടത് അന്യായമായിട്ടായിരുന്നു എന്ന്, ഇസ്രായേലി സൈന്യം ചെയ്തത് അനീതിയാണ് എന്ന്, പലസ്തീന്റെ മണ്ണിൽ സ്ത്രീകളെയും കുട്ടികളെയും കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന നൃശംസതയ്ക്കെതിരായി എനിക്ക് വിധി നേടേണ്ടതുണ്ട്. അതിനാണ് ഈ സമരം എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇസ്രായേലി കോടതി ഇസ്രായേലി സൈന്യത്തെ കുറ്റവിമുക്തമാക്കി. അത് അപ്രതീക്ഷിതമല്ല. ഇസ്രായേലി സൈന്യത്തിന് അതിന് ഉത്തരവാദിത്വമില്ല എന്ന് വിധി പുറപ്പെടുവിച്ചു. ആ വിധി പുറപ്പെടുവിച്ച ദിവസം ഇസ്രായേലി സൈന്യം ഒരാഘോഷം നടത്തി. ആ ആഘോഷത്തിന് അവർ നൽകിയ പേര് റേച്ചൽ കോറി പാൻ കേക്ക് എന്നായിരുന്നു. നിങ്ങൾക്കിപ്പോഴും ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അത് കാണാൻ പറ്റും. റേച്ചൽ കോറി പാൻ കേക്ക്. റേച്ചൽ കോറി പാൻ കേക്ക് എന്ന് പറഞ്ഞാൽ ഒരു കേക്ക് പരത്തുന്നത് പോലെ ബുൾഡോസർ കൊണ്ട് റേച്ചൽ കോറിയെ ഞങ്ങൾ പരത്തി കൊന്നു എന്ന് അഭിമാനത്തോടെ ലോകത്തോട് വിളിച്ചു പറയുകയും ആ ആഹ്ലാദം പങ്കുവെക്കാൻ പ്രത്യേകമായി കേക്ക് ഉണ്ടാക്കി ആ കേക്ക് മുറിച്ച് ആഘോഷിക്കുകയും ചെയ്ത സൈന്യമാണ് ഇസ്രായേലി സൈന്യം. നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിനും അപ്പുറമുള്ള നൃശംസതയുടെ സൈനിക രൂപമാണ് സയണിസം, ഇസ്രായേലി പട്ടാളം, ഇസ്രായേലി ഭരണകൂടം. 8 വയസ്സുള്ള കുഞ്ഞിനെ പിടികൂടി ബന്ധിച്ച് തലയിലേക്ക് നിറയൊഴിക്കാൻ മടി കാണിക്കാത്ത, സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും വാശിയോടെ വെടിവെച്ചു കൊല്ലുന്ന, ലോകത്തിൽ നാളിതുവരെ ഒരു യുദ്ധമുഖത്തും നാം കേട്ടിട്ടില്ലാത്ത അങ്ങേയറ്റത്തെ ക്രൂരത അരങ്ങേറുന്ന ഒരിടമായി ഇസ്രായേൽ, അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു രാജ്യമായി ഇസ്രായേൽ മാറിയിരിക്കുന്നു. അതിന്റെ ഇരകളായ നിസ്സഹായരായ ജനതയായി പലസ്തീനിലെ പാവം മനുഷ്യർ നിലനിൽക്കുന്നു എന്നതാണ് വസ്തുത. ആ പാവപ്പെട്ട പലസ്തീനിലെ ജനങ്ങൾ തങ്ങളുടെ ജന്മദേശം വിട്ട് ജനിച്ച നാടും വളർന്ന വീടും ആ പ്രദേശങ്ങളും ആകെ വിട്ട് ഇപ്പൊ പലായനം ചെയ്യുകയാണ്. ഭൂമിയിൽ സമാധാനമായി ജീവിക്കാൻ കഴിയുന്ന ഏതെങ്കിലും തുരുത്തുകളുണ്ടോ എന്നന്വേഷിച്ച് അവർ ഓടിപ്പോവുകയാണ്. 3 ലക്ഷത്തിലധികം മനുഷ്യർ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ജന്മദേശം വിട്ട് ഓടിപ്പോയി എന്നാണ് നാം കേൾക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇപ്പൊ രമേശൻ തന്നത് അടുത്ത യോഗത്തിൽ പോകാൻ സമയമായി എന്നുള്ള കുറിപ്പാണ്, അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, സമാധാനത്തിന് വേണ്ടിയുള്ള ഏതു നീക്കവും പുച്ഛത്തോടുകൂടി കാണുന്ന രാജ്യമാണ് ഇസ്രായേൽ. ഇസ്രായേലിനെ ഇപ്പൊ നയിക്കുന്നത് സയണിസ്റ്റ് ഭീകരതയാണ്. അവർക്ക് സമാധാനം എന്ന വാക്കുപോലും ചതുർത്ഥിയാണ്. അതുകൊണ്ടാണ് ഇസ്രായേലിന്റെ മുൻ പ്രധാനമന്ത്രിയായ ഇഷാഖ് റാബിനെ കുറിച്ച് ചരിത്രത്തിൽ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. കൊല്ലപ്പെട്ട പ്രധാനമന്ത്രിയാണ് ഇഷാഖ് റാബിൻ. ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയായ ഇഷാഖ് റാബിൻ കൊല ചെയ്യപ്പെട്ടു. എങ്ങനെ കൊല്ലപ്പെട്ടു? കേരളത്തിൽ ചിലപ്പോ കേരളത്തിലെ സവിശേഷമായ പ്രചരണത്തിന്റെ അന്തരീക്ഷത്തിൽ ജീവിക്കുന്നവർ കരുതും ഹമാസ് കൊന്നതാണ്, പലസ്തീൻ പോരാളികൾ കൊന്നോ? അല്ല, ഇഷാഖ് റാബിനെ കൊന്നത് ഇസ്രായേലി സയണിസ്റ്റ് ഭീകരൻ തന്നെയാണ്. ഇസ്രായേലി സയണിസ്റ്റുകളാണ്
സ്വന്തം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ വെടിവെച്ചു കൊന്നു. എന്തിന്? 1995 ഇഷാഖ് റാബിനെ വെടിവെച്ച് കൊല്ലാനിടയാക്കിയത് ആ സന്ദർഭത്തിൽ ലോകത്തിന്റെ മുന്നിൽ ഒരു പ്രതീക്ഷ ഉയർന്നു വന്നു. പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ എന്നറിയപ്പെടുന്ന PLOയുടെ ചെയർമാനായിരുന്ന യാസർ അറാഫത്തും ഇഷാഖ് റാബിനും ഒരു സമാധാന ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. സമാധാനം പുലരും എന്നൊരു തോന്നൽ, പതിറ്റാണ്ടുകളായി നീണ്ടു നിൽക്കുന്ന സംഘർഷം അവസാനിക്കും എന്നൊരു തോന്നൽ, സമാധാനത്തിന്റെ പക്ഷി പലസ്തീന്റെ മണ്ണിൽ പറക്കും എന്നൊരു തോന്നലുണ്ടായി. ഇഷാഖ് റാബിൻ തുടർന്ന് ജോർദാനുമായി ഒരു സമാധാന കരാർ ഒപ്പുവെച്ചു. മൂന്നാമത്തെ കരാർ ഒപ്പുവെക്കാൻ ഇഷാഖ് റാബിൻ ഉണ്ടായില്ല, വെടിവെച്ചു കൊന്നു. സമാധാനത്തിന് വേണ്ടി ശബ്ദമുയർത്തുന്നവൻ സ്വന്തം പ്രധാനമന്ത്രിയാണെങ്കിലും ഞങ്ങൾ കൊന്നുകളയും എന്ന നിലപാടാണ് സയണിസം സ്വീകരിച്ചത്. ആ സയണിസ്റ്റ് ഭീകരതയാണ് ലോക മനസാക്ഷിയുടെ മുന്നിൽ ഇന്ന് പിഞ്ചു കുഞ്ഞുങ്ങളെയും അമ്മമാരെയും നിസ്സഹായരായ സിവിലിയന്മാരെയും കൊന്നു തള്ളുന്നത്. ആ കൂട്ടക്കൊലപാതകത്തിന്റെ മുന്നിൽ ലോകത്തിൽ എല്ലാ രാജ്യങ്ങളിലും ഇന്ന് മനുഷ്യർ ഒത്തുകൂടുന്നു, ഈ കുരുതികളെ അപലപിക്കുന്നു. കൊല്ലപ്പെടുന്ന മനുഷ്യരോടൊപ്പമാണ് ഞങ്ങൾ എന്ന് പ്രഖ്യാപിക്കുന്നു. കൊലയാളി രാഷ്ട്രത്തിനെതിരായ നിലപാട് സ്വീകരിക്കുന്നു. ആ മനുഷ്യപക്ഷപാതികളോടൊപ്പമാണ് നാം, കാഞ്ഞങ്ങാട്ടെ മനുഷ്യർ എന്ന പ്രഖ്യാപനമാണ് ഇവിടെ നമ്മൾ ഉയർത്തുന്നത്. ഈ സമാധാനത്തിന് വേണ്ടിയുള്ള ശബ്ദം ലോകമെമ്പാടും ഉയർന്നു വരുമ്പോ തീർച്ചയായും ഒരു ഘട്ടത്തിൽ ആ ലോകമനസാക്ഷിയുടെ മുൻപിൽ ഇസ്രായേലിന് കീഴടങ്ങേണ്ടി വരും. ചില നല്ല സൂചനകളും ഇതിന്റെ ഭാഗമായി ഉയർന്നു വരുന്നുണ്ട്. നെതന്യാഹുവിന്റെ വീടിന്റെ മുന്നിൽ ഇസ്രായേലിൽ ജൂതന്മാർ തന്നെ സംഘടിച്ച് ഈ കൊലപാതകത്തിനെതിരായ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നതായി വാർത്ത വരുന്നു. അമേരിക്കയിൽ ക്യാപിറ്റൽ ഹില്ലിലേക്ക് അമേരിക്കയിലെ ജൂതന്മാർ ഒത്തുചേർന്ന് സംഘടിച്ച് ഒരു മഹാപ്രതിഷേധ റാലി നടത്തുന്നു. അവർ പറയുന്നു, ഞങ്ങൾ ജൂതരാണ്, പക്ഷേ ഞങ്ങളുടെ പേരിൽ ഇസ്രായേലിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഈ നരഹത്യകളെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നില്ല, ഞങ്ങൾ പലസ്തീനോടൊപ്പമാണ് എന്ന് പറയുന്നു. ലോകത്തിലെ എല്ലാ നല്ല മനുഷ്യരും ഞങ്ങൾ പലസ്തീനോടൊപ്പമാണ് എന്ന് പറയുന്ന ഈ വേളയിൽ കാഞ്ഞങ്ങാട്ട് ഒത്തുകൂടിയിരിക്കുന്ന നമ്മളും, ഇവിടുത്തെ വിദ്യാർത്ഥികൾ, ചെറുപ്പക്കാർ, മഹിളകൾ, ബഹുജനങ്ങളാകെ പ്രഖ്യാപിക്കുന്നു, നമ്മളും പലസ്തീനോടൊപ്പമാണ്, നമ്മൾ പൊരുതി വീടുന്ന മനുഷ്യരോടൊപ്പമാണ്, നന്മയോടൊപ്പമാണ്, ഞങ്ങൾ യുദ്ധത്തിനെതിരാണ് എന്ന പ്രഖ്യാപനത്തിൽ നമുക്കും കണ്ണിചേരാം എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദനം.